അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ക്രിക്കറ്റ് വിശേഷങ്ങളിലേക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ സ്പോർട്സ് സെഗ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തത്തിൽ നമ്മുടെ വാർത്ത, മൊത്തത്തിൽ നമ്മുടെ വൈബ് വേൾഡ് കപ്പാണ്, ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒന്ന് ക്രിക്കറ്റിലേക്ക് പോവുകയാണ്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് അത്ര സുഖകരമായ കാലമല്ല അയർലൻഡിനോട് പരമ്പര ഇന്ത്യ തോറ്റത്. മാത്രമല്ല, മുൻനിര താരങ്ങളുടെ മോശം ഫോം വലിയ വെല്ലുവിളിയാണ്. IPL-ൽ വെടിക്കെട്ട് പ്രകടനം നടത്തിയ വൈഭവിനെ, മോശം ഫോമിലുള്ള സഞ്ജുവിനെ മാറ്റി ടീമിൽ ഇടം നൽകണമെന്നതടക്കം ആവശ്യം ഉയരുകയുമാണ്. അപ്പോൾ സഞ്ജുവിന് പകരമോ വൈഭവ് എന്നുള്ളതാണ് ചോദ്യം. അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും 2 അക്കം കാണാതെയാണ് സഞ്ജു സാംസൺ പുറത്തായത്. ഒരിക്കൽ സഞ്ജുവിന്റെ പരിക്കാണ് രാജസ്ഥാനിൽ വൈഭവിന്റെ അരങ്ങേറ്റത്തിന് വഴിയായതെങ്കിൽ ഇപ്പോൾ ഫോം ഔട്ട് വഴി തുറക്കുമോ എന്നുള്ളതാണ് ചർച്ച. ഇതിഹാസ താരങ്ങൾ ഒന്നൊന്നായി വൈഭവിനെ മാറ്റി നിർത്തുന്നതിൽ ഇന്ത്യൻ പരിശീലകർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ സഞ്ജുവിനെ മാറ്റാതെ തന്നെ വൈഭവിന് അവസരം നൽകണമെന്ന ആവശ്യവും ഉയർത്തുന്നുണ്ട്. ചേതേശ്വർ പൂജാരി അടക്കം ഈ ആവശ്യം ഉയർത്തുന്നുണ്ട്. രുചീഷ് വി രവീന്ദ്രൻ നമുക്കിപ്പം സ്പോർട്സ് ഡെസ്കിൽ ചേരുന്നു. രുചീഷ് വി രവീന്ദ്ര, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സജീഷ്. ഗുഡ് ഈവനിങ്. ഇപ്പം ഈ വൈഭവ് അരങ്ങേറാൻ ഇനിയും കാത്തിരിക്കണോ? എന്താണ് ഇന്ത്യൻ സെലക്ടർമാരുടെ മനസ്സിൽ? ഇത് സഞ്ജുവിനെ മാറ്റി വൈഭവോ അതോ സഞ്ജുവിനെ നിലനിർത്തിക്കൊണ്ട് വൈഭവോ? എന്തായാലും അതൊരു വലിയ ചോദ്യമാണ്. അടുത്ത മത്സരം നാളെ നടക്കാനിരിക്കുമ്പോൾ വൈഭവിന് അരങ്ങേറ്റം നൽകുമോ എന്ന് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഒരു 15 വയസ്സുകാരൻ ആ 15 വയസ്സിനുള്ളിൽ തന്നെ ലോക ക്രിക്കറ്റിലെ ആകെ തന്നെയുള്ള ഒരു അത്ഭുതമായി മാറുന്നതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് അരങ്ങേറും എന്ന ചോദ്യമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിന് പ്രായമായിരുന്നു ഒരു പരിധിയായി ഉണ്ടായിരുന്നത്. അത് 15 വയസ്സ് തികയണമായിരുന്നു. അതിനുശേഷം 15 വയസ്സ് തികഞ്ഞതിന് ശേഷം വൈഭവ് ടീമിലേക്ക് ഇടം നേടിയത് തന്നെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡ് മറികടന്നുകൊണ്ടാണ്. ഇനി ഒരു അരങ്ങേറ്റത്തിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ അയർലൻഡിനെതിരെ ഒരു പരമ്പര മുന്നിൽ വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് താരതമ്യേന ചെറിയ ഒരു ടീം, ദുർബലരായ ഒരു സംഘം എന്ന നിലയിൽ അയർലൻഡിനെതിരെ ഒരു അരങ്ങേറ്റം വൈഭവിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ ഒരു അരങ്ങേറ്റം നൽകിയില്ല. ആദ്യ മത്സരത്തിൽ തോറ്റു, രണ്ടാമത്തെ മത്സരത്തിലും തോറ്റു. അങ്ങനെ ആ പരമ്പര കൈവിടുന്നത് നമ്മൾ കണ്ടു. ഇനി അടുത്തൊരു അവസരം എന്നത് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരമ്പര. ആദ്യത്തെ മത്സരം അത് മഴ കാരണം ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത്. ഇനിയും അവസരങ്ങളുണ്ട്. പക്ഷേ ചോദ്യം, ഈ ടോപ്പ് ഓർഡറിലാണ് മാറ്റം വരേണ്ടത്. ടോപ്പ് ഓർഡറിലെ 3 താരങ്ങൾ നമുക്കറിയാം, ഈ ടീം ഒരു ലോകകപ്പ് ജയിച്ച് അതിനുശേഷം വരുന്ന ഒരു പരമ്പരയാണ്. IPL-ന്റെ ഒരു ഇടവേള അതിനിടയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ലോകകപ്പ് ജയിച്ച ഒരു സംഘത്തിൽ നിന്ന് ആ ടോപ്പ് ഓർഡറിലെ താരങ്ങളെ മാറ്റി വേണം വൈഭവിനൊരു അവസരം നൽകാൻ. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ഈ സഞ്ജു സാംസണെ മാറ്റി ഒരു അവസരം നൽകണമെന്നായിരുന്നു. പക്ഷേ അത് നേരത്തെ തന്നെ നൽകാമായിരുന്നു. അയർലൻഡിനെതിരെ ആണെങ്കിൽ അത്തരത്തിലൊരു മാറ്റം വലിയ ചർച്ചയാകില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ തുടർച്ചയായ ഒരു ഫോം ഔട്ടുള്ള പശ്ചാത്തലത്തിൽ നമുക്കൊരു രാജ്യത്തിന് ഒരു ലോക കിരീടം നൽകിയ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു താരത്തെ മാറ്റിക്കൊണ്ടുള്ള ഒരു നീക്കം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഒരു ഭാഗത്തുള്ളത്. പക്ഷേ ആരെ മാറ്റണം എന്ന തരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഇഷാൻ കിഷന്റെ കാര്യത്തിലും സമാനമാണ് അവസ്ഥ. സഞ്ജു സാംസൺ നേടിയ സ്കോർ പോലെ തന്നെയാണ് ഇഷാൻ കിഷന്റെയും കാര്യം. 3 മത്സരങ്ങളിൽ സഞ്ജു സാംസൺ 2 അക്കം കാണാതെയാണ് പുറത്തായതെങ്കിൽ 2 മത്സരങ്ങളിൽ 2 അക്കം കാണാതെയാണ് ഇഷാൻ കിഷൻ പുറത്തായത്. ഒന്നിൽ 12 റൺസ് മാത്രമാണ് നേടിയത്. അങ്ങനെ 2 പേരും ഫോം ഔട്ടിൽ നിൽക്കുകയാണ്. അവിടെയാണ് ഒരു സ്ലോട്ട് ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് പറയാം. പക്ഷേ സഞ്ജു സാംസണെ പോലെ ഒരു താരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അരങ്ങേറ്റം നൽകേണ്ടതില്ല എന്ന ആവശ്യം ചേതേശ്വർ പൂജാരി അടക്കമുള്ള ആളുകൾ പറയുന്നു. കാരണം സഞ്ജുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വൈഭവിനും അവസരം നൽകാനുള്ള ഒരു അവസരം എന്തായാലും ഇന്ത്യൻ ടീമിൽ നിലവിലുണ്ട് എന്ന് പൂജാര പറയുന്നു. അതേസമയം രവിശാസ്ത്രി അടക്കം, മൈക്കൽ വോൺ അടക്കം, അലിസ്റ്റർ കുക്ക്, അതോടൊപ്പം ഡിവില്ലിയേഴ്സ് അടക്കമുള്ള താരങ്ങളൊക്കെ എന്തുകൊണ്ട് ഇനിയും വൈകണം വൈഭവ് സൂര്യവംശിക്ക് അവസരം നൽകാൻ എന്ന കാര്യം ഇന്ത്യൻ സെലക്ടർമാർ, എന്തായാലും അതോടൊപ്പം തന്നെ പരിശീലകർ, ഇവർ എല്ലാവരും തന്നെ അത് കാര്യമായി തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയർത്തുകയാണ്. പ്രത്യേകിച്ച് ഒരു 15 വയസ്സുകാരൻ എങ്ങനെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കുക എന്നത് കാണാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ IPL ഒക്കെ കണ്ട് വൈഭവിന്റെ പ്രകടനം കണ്ട ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം ഇല്ല രുചേഷ് വീരേന്ദ്ര, എന്തുകൊണ്ടാണ് വൈഭവിനെ മാറ്റി നിർത്തുന്നത് എന്നുള്ളത്? തീർച്ചയായും ഒരു അവസരം നൽകണം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് അതിവേഗം തന്നെ വേണം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ പരിശീലകരും പറയുന്നത് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിന് അരങ്ങേറാനുള്ള എല്ലാ യോഗ്യതയും അദ്ദേഹത്തിനുണ്ട്, എല്ലാ തരത്തിലും അദ്ദേഹം ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ അവിടെ ആരെ മാറ്റും എന്നത് ഒരു പ്രശ്നമാണ്. സാധാരണഗതിയിൽ എങ്ങനെയാണോ ഒരു താരം അരങ്ങേറാൻ കാത്തിരിക്കുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടിട്ടുള്ളത്, അതുപോലെ വൈഭവം കാത്തിരിക്കേണ്ടി വരും എന്ന സൂചന തന്നെയാണ് വരുന്നത്. പക്ഷേ മുൻനിര താരങ്ങൾ ഫോം ഔട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ അടുത്ത മത്സരങ്ങളിൽ തന്നെ ഇത് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഓക്കെ രുചേഷ് വീരേന്ദ്ര, ശരി. അപ്പം വൈഭവ് എത്രയും വേഗം അരങ്ങേറട്ടെ. പക്ഷെ അത് സഞ്ജുവിൻ്റെയൊക്കെ റീപ്ലേസ് ചെയ്ത് വൈഭവ് വരുമോ എന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന